ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട കാമുകന്റെ കൂടെ ഒളിച്ചോടി 17-കാരിക്ക് ലൈംഗിക പീഡനം. കാമുകനും 3 സുഹൃത്തുക്കളും അറസ്റ്റിൽ. പ്രിയമുള്ളവരെ, ഉബൈദുമ്മയാണ്. ഈ അടുത്ത് പത്രത്തിൽ കണ്ടൊരു വാർത്തയാണിത്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പ്രത്യേകിച്ച് കൗമാരക്കാരികളായ പെൺകുട്ടികളെ മനസ്സിലാക്കേണ്ട കാര്യം, ഈ പ്രായത്തിൽ നമുക്ക് കൊള്ളേണ്ടത് ഏതാണ്, തള്ളേണ്ടത് ഏതാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റൂല. നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ മാതാപിതാക്കളിൽ നിങ്ങൾക്ക് ഓരോ നിർദ്ദേശങ്ങൾ തരും, ഓരോ ഉപദേശങ്ങൾ തരും. പക്ഷേ പല മക്കൾക്കും അതൊരു വെറുപ്പാണ്. വെറുപ്പോടെ തള്ളി മാറ്റുന്ന ഒരവസ്ഥയാണ് പല വീട്ടിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ തള്ളേണ്ടത് കൊള്ളും. ഇൻസ്റ്റഗ്രാമിലൂടെ നേരിട്ട് പരിചയം പോലും ഇല്ലാത്ത, കാണുക പോലും ചെയ്യാത്ത, സ്വഭാവം എന്താണെന്ന് അറിയുക പോലും ചെയ്യാത്ത ഏതോ ഒരാളുടെ വാക്കിൽ വീണു പോകുന്നു. അവന്റെ ആവശ്യങ്ങൾ, അവന്റെ നിർദ്ദേശങ്ങൾ കൊള്ളുന്നു. ഇതാണ് ഇപ്പോൾ പലപ്പോഴും പല കുട്ടികളും പല ചതിക്കുഴിയിലും പെടാനുണ്ടാവുന്ന പല കാരണങ്ങളും. മനസ്സിലാക്കേണ്ടത്, ഈ പെൺകുട്ടിയെ, 17-കാരിയെ പ്രണയിച്ചത് ഒരുത്തനാണ്. അവനെ വിശ്വസിച്ച് നൊന്ത് പ്രസവിച്ച മാതാവിനെയും പോറ്റി വളർത്തിയ പിതാവിനെയും അവരുടെ സ്നേഹം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട്, അവരെ ധിക്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയ പെൺകുട്ടിക്ക് അനുഭവിച്ചത് കാമുകനിൽ നിന്ന് മാത്രമല്ല, കാമുകന്റെ 3 സുഹൃത്തുക്കൾ ചേർന്നത് ഈ പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്നാണ് വാർത്തയുള്ളത്. മനസ്സിലാക്കേണ്ടത് മക്കളെ, ഈ പ്രായം ഡേഞ്ചർ സിറ്റുവേഷനാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റഗ്രാമിൽ അതിന്റെ പ്രത്യേകത എന്താ അറിയോ? ഒരു ചൂണ്ടക്കാരൻ ചൂണ്ടയിടാൻ പോകുമ്പോൾ ആ മീനുകൾക്ക് ഇഷ്ടമുള്ള ഇരയാണ് ചൂണ്ടയിൽ കോർക്കുക, എങ്കിലേ മീൻ കൊത്തുള്ളൂ. ഇഷ്ടപ്പെടാത്തത് കോർത്താൽ ഒരിക്കലും കൊത്തില്ല. അതുപോലെ തന്നെയാണ് ഈ ഇൻസ്റ്റഗ്രാമി എന്നൊരു സമുദ്രത്തില്, ഇൻസ്റ്റഗ്രാമി എന്നൊരു പുഴയില് ചൂണ്ടയിടാൻ വന്ന ഒരുപാട് ചൂണ്ടക്കാരുണ്ട്. അവരുടെ ചൂണ്ടയിൽ കൊത്തുന്ന മത്സ്യങ്ങൾ ഇതുപോലെയുള്ള പാവം പെൺകുട്ടികളാണ്. അവരിട്ട് കൊടുക്കുന്ന ഇര എന്ന് പറയുന്നത് ഈ പെൺകുട്ടികള് പോസ്റ്റ് ചെയ്യുന്ന ഓരോ റീൽസിന്, അതുപോലെ ഓരോ ഫോട്ടോയ്ക്കും അതിന്റെ ചുവടെ മധുരമായ കമന്റുകൾ നിരന്തരം ടൈപ്പ് ചെയ്ത് വിടുന്നു. ഈ കമന്റുകൾ വായിച്ച് ചില കുട്ടികൾക്ക് ഈ കമന്റിനോട് ഇഷ്ടം തോന്നുന്നു. ക്രമേണ ആ ഇഷ്ടം ആ കമന്റ് എഴുതുന്ന ആളിലേക്ക് മാറുന്നു. പക്ഷെ ഇവിടെ ചതിക്കുഴി എന്താ അറിയോ? ഈ ആളുടെ രൂപം അറിയില്ല, ഫോട്ടോ കണ്ടിട്ടില്ല, ആളുടെ സ്വഭാവം എന്താ അറിയില്ല, നാടേതാണെന്ന് അറിയില്ല. പക്ഷെ നിരന്തരം ഈ ഇര ഇട്ട് കൊടുത്തപ്പോ അതിൽ കൊത്തിപ്പോകുന്ന ഒരുപാട് കൗമാരക്കാരികളായ പെൺകുട്ടികളുണ്ട്. ഓർക്കാൻ വേണ്ടി പറയാണ്, നിങ്ങളുടെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. അത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ട കാലഘട്ടം ഈ കൗമാരമാണ്. ഈ കൗമാരപ്രായത്തിൽ നിങ്ങളുടെ നീക്കുപോക്കുകൾ, പ്രവൃത്തികൾ എങ്ങനെയാണോ അതിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ ഭാവി നിശ്ചയിക്കപ്പെടുക എന്നുള്ളത് ഓരോ കുട്ടികളും ഓർക്കണം. പ്രത്യേകിച്ച് മാതാപിതാക്കളും മക്കളുടെ കാര്യത്തിൽ അമിതമായിട്ട് ഈ ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ, സോഷ്യൽ മീഡിയയിൽ നിയന്ത്രണമില്ലാതെ ഇരിക്കുന്ന മക്കളുടെ കാര്യത്തിൽ ചെറുതായിട്ട് ഇങ്ങനെ ശ്രദ്ധ നിങ്ങൾ കൊടുത്തില്ല എങ്കിൽ നമ്മുടെ കുടുംബത്തിലും ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആയതുകൊണ്ട് ശ്രദ്ധിക്കണേ. താങ്ക് യു.